ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുമ്പം ആ ഒരു സ്റ്റോറീസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗാലറിയിലോട്ടും കൂടി സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. അതിനുശേഷം ആ ഒരു സ്റ്റോറി ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലോട്ടും കൂടി സേവ് ആവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഓൾറെഡി ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗോ ടു സ്റ്റോറി സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഓൾറെഡി ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഫോട്ടോയുടെ താഴെയായിട്ട് പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ മുകളിലായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഇതിൽ നമുക്കിവിടെ നോക്കിയാൽ സേവ് സ്റ്റോറി ടു ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പം ഇത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതായത് ഈ ഒരു സ്റ്റോറി ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലോട്ട് സേവ് ആവില്ല. ഇപ്പം സേവ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓണാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുമ്പം ആ ഒരു സ്റ്റോറി ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലോട്ടും കൂടി സേവ് ആവുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെറ്റിംഗ്സ് ഇങ്ങനെ എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.